സ്നേഹമതേറിയ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വന്നിടുക. വെളിവിൻ്റെ കാതിരുകൾ സ്വർഗത്തിൽ നിന്നങ്ങ് അയച്ചു തന്നിടണമേ. ഞാൻ ജേക്കബ് തൂക്കുഴി പിതാവിനെ ആദ്യമായിട്ട് കാണുന്നത് മംഗലപ്പുഴ സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനത്തിന് വന്നപ്പോഴാണ്. അന്ന് എന്തോ ഒരു പ്രത്യേക ദിവസമായിരുന്നു. പിതാവ് വന്ന് ദിവ്യബലി അർപ്പിച്ചു. ആ ദിവ്യബലിയുടെ ചൈതന്യം എനിക്ക് മാത്രമല്ല, അവിടെയുള്ള എല്ലാ ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഒരു അനുഭവമായി തോന്നി. പിന്നെ ഇടയ്ക്ക് പിതാവ് അവിടെ കുർബാനയ്ക്ക് വരാറുണ്ട്. പിതാവ് വരുന്നുണ്ട് എന്നറിഞ്ഞാൽ എല്ലാ ദൈവശാസ്ത്ര വിദ്യാർത്ഥികളും കുർബാനയ്ക്ക് ഒരാൾ പോലും മുടങ്ങാതെ വരും. പിതാവിൻ്റെ പാട്ടും വളരെ ഹൃദയസ്പർശിയായിരുന്നു. ഇത്ര പ്രായമായിട്ടും എങ്ങനെയാണ് ഇങ്ങനെ പാടുന്നതെന്ന് ഞങ്ങൾ അത്ഭുതപ്പെടാറുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് ദൈവശാസ്ത്ര പഠനം കഴിഞ്ഞ് തൃശ്ശൂരെത്തി. അഭിമന്യ ജോസഫ് കുണ്ടുകുളം പിതാവിൽ നിന്ന് പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുണ്ടുകുളം പിതാവിൻ്റെ പിൻഗാമിയായിട്ട് ജേക്കബ് തൂക്കുഴി പിതാവ് തൃശ്ശൂർ വരുന്നു. അത് ഒരു ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. വളരെ ആധ്യാത്മികതകളും കേരളം മുഴുവൻ ആദരിക്കുന്നതുമായ ഒരു ബിഷപ്പിനെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഏകദേശം ഞാൻ ഇവിടെ ഈ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറായിട്ട് സ്ഥാനമേൽക്കുന്നത്. അതിൽ കുണ്ടുകുളം പിതാവും ജേക്കബ് തൂക്കുഴി പിതാവും സംയുക്തമായി ആലോചിച്ച് തീരുമാനിച്ചതാണ്. അന്ന് വളരെ ഭയത്തോടു കൂടി ഞാൻ സ്ഥാനം ഏറ്റെടുത്തു. പക്ഷേ എനിക്ക് കൈ വിറക്കുകയായിരുന്നു പലപ്പോഴും. അപ്പോൾ ഞാനത് പിതാവിനോട് പറഞ്ഞു, എനിക്കാവുമോ എന്നൊരു സംശയം. അങ്ങനെ പിതാവ് പറഞ്ഞു, പിതാവിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരി എന്ന് പറയുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു ഫുൾ സൈസ് സ്റ്റാച്യു ആസ്പത്രിയിൽ സ്ഥാപിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം നടത്തിക്കൊള്ളും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ AK ആൻ്റണി സ്വാശ്രയ പ്രസ്ഥാനം മെഡിക്കൽ പ്രൊഫഷണൽ കോളേജുകളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ തൃശ്ശൂർക്കാരുടെയും അഭിമന്യ പിതാവിൻ്റെയും എല്ലാം അഭിപ്രായം നമുക്കും ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഏറ്റവും പറ്റിയ സമയമാണ്. നമ്മുടെ ഒരു അച്ഛൻ MBBS ബിരുദം എടുത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടമാണത്. അപ്പോൾ പലർക്കും ഉത്കണ്ഠയുണ്ടായിരുന്നു. പാവങ്ങളുടെ ആസ്പത്രി എന്ന് പറഞ്ഞിരുന്ന ഈ ജൂബിലി മിഷൻ ആസ്പത്രിയുടെ സ്വഭാവം മാറുമോ എന്ന്. അപ്പോൾ പിതാവ് അവരോട് പറഞ്ഞൊരു കാര്യം, നൗ ഓർ നെവർ. പിതാവ് പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. നമുക്ക് ആദ്യത്തെ വർഷം തന്നെ ഇവിടെ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ സാധിച്ചു. അന്നത്തെ ആദ്യത്തെ വർഷം തന്നെ ഞങ്ങൾക്ക് 100% വിജയമായിരുന്നു. അത് എല്ലാ മെഡിക്കൽ കോളേജുകാരെയും അത്ഭുതപ്പെടുത്തി. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെക്കാട്ടിലും പിന്തള്ളി ഞങ്ങൾ ഇവിടെ നല്ല ടീം സ്പിരിറ്റോടുകൂടി പ്രവർത്തിച്ച് നല്ലൊരു സ്ഥാപനമായിട്ട് വളർത്തിയെടുക്കാൻ സാധിച്ചു. ഗർഭചിത്രത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ആ ഒരു പശ്ചാത്തലമാണ് ഞാൻ അവർക്ക് ക്ലാസ്സുകൾ കൊടുത്തത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഫസർമാരും അങ്ങനെ ഒരു ജീവോന്മുഖമായ ഒരു വൈദ്യശാസ്ത്ര പഠനമാണ് അവർക്ക് കൊടുത്തത്. പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്രയധികം റിസൾട്ട് കിട്ടുന്ന മറ്റൊരു സ്ഥാപനവും ഇല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ 8ാം സ്ഥാനത്താണ് ഞങ്ങളുടെ സ്ഥാപനം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പിതാവിനെ വളരെയധികം സന്തോഷിക്കാനുണ്ട്. ഈ സ്വാശ്രയ രംഗത്ത് മെഡിക്കൽ കോളേജ് മാത്രമല്ല, എഞ്ചിനീയറിംഗ് കോളേജും BEd കോളേജും അങ്ങനെ പല പ്രൊഫഷണൽ കോളേജുകൾ പിതാവ് സ്ഥാപിച്ചു. ഞങ്ങളുടെ പ്രൊഫഷണൽ കോളേജുകളുടെ സ്ഥാപക പിതാവ് എന്ന പിതാവിനെ വിളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ വലിയ പ്രസ്ഥാനം വളർത്തുന്നതിൽ പിതാവിൻ്റെ സൗമ്യ സമീപനം ഏറ്റവും സഹായകരമായിരുന്നു. എത്ര വലിയ പ്രശ്നം വന്നാലും ഒരു ചെറുപുഞ്ചിരിയോടെ ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ വെളിവാക്കി കൊടുത്ത് അങ്ങനെ ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. അത് ഞങ്ങളോട് മാത്രമല്ല, നഗരത്തിലുള്ള ആളുകളോടും എല്ലാം വലിയ ഒരു സ്നേഹമാണ്. നമ്മുടെ കത്തോലിക്ക വിഭാഗത്തോടൊപ്പം തന്നെ പിതാവിനെ ആദരിക്കുന്നത് ഇവിടുത്തെ മറ്റ് മതങ്ങളാണ്.
തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് ഉള്ള പിതാവിൻ്റെ സാന്നിധ്യം അത് മതസൗഹാർദ്ദത്തിന് വലിയ ഒരു സംഭാവനയായിരുന്നു. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വക്കാർ എല്ലാ വർഷവും വന്ന് പിതാവിനെ സ്വീകരിച്ച് അവരുടെ ചമയങ്ങളൊക്കെ കാണാനായിട്ട് പിതാവിനെ ക്ഷണിക്കാറുണ്ട്. വലിയ ആദരവോടുകൂടി പല ഉപഹാരങ്ങളൊക്കെ കൊടുത്താണ് പിതാവിനെ അവർ സ്വീകരിക്കുന്നത്. ഇത് മാത്രമല്ല, പിതാവിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഒരു വർഷം ഇവിടെ ഒരു വെടിക്കെട്ട് അപകടമുണ്ടായി. അന്ന് പിതാവ് ഇവിടെ ഇല്ല, അദ്ദേഹം മാനന്തവാടിയിലോ മറ്റോ പോയിരിക്കുകയാണ്. ഞങ്ങളുടെ ആസ്പത്രി രോഗികളെ കൊണ്ട്, പൊള്ളലേറ്റവരെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ സ്ഥലം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ചിലരൊക്കെ പറഞ്ഞ അവരെ മറ്റുള്ള ആസ്പത്രികളിലേക്ക് മാറ്റാം. ഞാൻ അത് വേണ്ട എന്ന നിലപാടാണ് എടുത്തത്. ഉള്ള സൗകര്യത്തിൽ അവരെ സഹായിക്കണമെന്നുള്ളതായിരുന്നു. പിതാവിനെ കോൺടാക്ട് ചെയ്തു. പിതാവ് പറഞ്ഞ് ഉചിതമായ എല്ലാ കാര്യങ്ങളും സ്വാതന്ത്ര്യത്തോടെ ചെയ്തു കൊള്ളുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ മാനന്തവാടിയിൽ നിന്ന് ആദ്യം വന്നത് ഈ ആസ്പത്രിയിലേക്കാണ്. പിതാവ് വന്നിട്ട് അവരുടെ ചികിത്സ മുഴുവൻ സൗജന്യമാക്കി കൊടുത്തു. അത് എത്ര വലിയ മതസൗഹാർദ്ദത്തിൻ്റെ അടയാളമാണെന്ന്. ഇത് മാത്രമല്ല, ദേവസ്വങ്ങൾക്ക് വലിയ ആശ്വാസവുമായി. അങ്ങനെ മറ്റ് സമുദായങ്ങളുമായിട്ടും നല്ല ഒരു സ്നേഹബന്ധം സ്ഥാപിക്കാനായിട്ട് പിതാവിന് സാധിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ കൂടെ 2 പ്രാവശ്യം ഞാൻ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ അമേരിക്കയിൽ നെവാർക്കിൽ വെച്ചാണ് സർജറി നടത്തുന്നത്. രാവിലെ 4 മണിക്കാണ് സർജറി ആരംഭിക്കുന്നത്. അപ്പോൾ തലേദിവസം ഞാൻ പിതാവിൻ്റെ അടുത്ത്, കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ തൃശ്ശൂർന്നോ മറ്റൊന്നും ആരുമില്ല. പിതാവിൻ്റെ അടുത്ത് ഞാൻ സമയം ചെലവഴിച്ച് പിതാവിൻ്റെ ഒരു ഉത്കണ്ഠയുമില്ലാത്ത മുഖം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നാളെ ഓപ്പറേഷൻ ആണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ലേ? അപ്പോൾ പിതാവ് പറഞ്ഞു, എനിക്കറിയാം, എല്ലാം അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പിതാവ് സ്വന്തം അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള. ആ അമ്മയോട് പറയുന്ന സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് മാതാവിനോട് പറയുന്നത്. മാതാവ് പിതാവിൻ്റെ കൂടെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ അൽഫോൻസമ്മയോടും വലിയ വണക്കമാണ് പിതാവിന്. കാരണം പിതാവ് അവിടെ പഠിക്കുമ്പോൾ, ഭരണകാലത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അൽഫോൻസമ്മ മരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേക മൃതസംസ്കാരമായിരുന്നല്ലോ. എല്ലാ സിസ്റ്റേഴ്സാണ് അമ്മയുടെ ബോഡി എടുത്ത് കൊണ്ടുപോകുന്നത്. കാരണം വെള്ളപ്പൊക്കം മൂലം അവരുടെ വീട്ടിൽ നിന്ന് ആരും വരാൻ കഴിഞ്ഞില്ല, അപ്പൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ സിസ്റ്റർമാരാണ് ഈ ശവമഞ്ചം എടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതൊരു പുതിയ കാഴ്ച ചെയ്തുകൊണ്ട് പിതാവടക്കം എല്ലാവരും അവിടെ സ്കൂളിൻ്റെ മതിലിൻ്റെ മുകളിൽ കയറി നിന്ന് അൽഫോൻസമ്മയുടെ ഈ മൃതസംസ്കാരത്തിൽ പങ്കെടുത്തു. അങ്ങനെ അൽഫോൻസമ്മ എൻ്റെ സിസ്റ്ററാണെന്നാണ് പറയുക. അൽഫോൻസമ്മ വഴി എന്തും ഞാൻ ചോദിച്ചാൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാതൃകയും അൽഫോൻസമ്മയുടെ സഹനശക്തിയും എല്ലാം പിതാവ് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. പിതാവിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ നന്ദിയോട് ഓർക്കുകയാണ്. അധികം പ്രസംഗിക്കുന്ന ശൈലിയില്ല. പ്രിപ്പയർ ചെയ്ത് വന്ന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളോടുകൂടി പ്രസംഗം, അത് വളരെ താല്പര്യമാണ്, എല്ലാവർക്കും താല്പര്യമാണ്. ഹ്രസ്വമായിട്ട് പറയുകയും അതിൽ കാമ്പുണ്ടാവുകയും ചെയ്യുമ്പോൾ ആളുകൾ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും. പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന് പറയുന്നതായിരിക്കും ശരി. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം പിതാവ് എല്ലാ മതസ്ഥർക്കും സ്വീകാര്യമാണ്. അതുകൊണ്ട് പിതാവ് ഇങ്ങനെ അസുഖമായി കിടക്കുന്നു പറഞ്ഞപ്പോൾ നിരവധി എൻക്വയറി കോളുകളാണ് എല്ലാ സ്ഥലത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനകളായിട്ടും സിസ്റ്റേഴ്സും മറ്റെല്ലാവരും ഒക്കെ പ്രാർത്ഥിക്കുകയും വിഷമസന്ധിയിൽ പരിശുദ്ധമേ അൽഫോൻസമയും പിതാവിൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് വ്യക്തിപരമായും എനിക്ക് തന്ന പ്രോത്സാഹനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി എല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നു.